CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർ നൽകിയ കത്ത് കൌൺസിൽ ചർച്ചയ്ക്കെടുത്തിരുന്നു. ഇതിനെ ചൊല്ലിയാണ് ബഹളം ഉണ്ടായത്. കേച്ചേരിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച ബഹുനില കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഉത്തരവ്. നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കൈപ്പറമ്പ് സ്വദേശി മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള 4 നില കെട്ടിടം പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത്. കുന്നംകുളം കാണിപ്പയ്യൂരിലെ BSNL ഓഫീസിൽ മോഷണം. 83ഓളം ബാറ്ററികൾ കവർന്നു. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്കും 3 മണിക്കുമിടയിലാണ് മോഷണം നടന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരിയിൽ കൃഷിയിടം അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് പുറകുവശത്ത് സ്വകാര്യ വ്യക്തിയുടെ 50 സെന്റോളം വരുന്ന ഭൂമിയിലാണ് മണ്ണടിച്ച് നികത്തുന്നത്. കോൾപ്പാടത്തെ മോട്ടോർപുരയിൽ സ്ഥാപിച്ച മോട്ടോറുകളിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. വെങ്ങിലശ്ശേരി നന്ദിപുലം വീട്ടിൽ 33 വയസ്സുള്ള അനീഷിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കെ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച അപകടം. ആളപായമില്ല. പെരുമ്പിലാവ് ആൽത്ര സ്കൂളിന് സമീപം താമസിക്കുന്ന തോരക്കാട്ട് ഷക്കീറിന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി 9ഓടെയായിരുന്നു സംഭവം. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. തൊഴിയൂർ റഹ്മത്ത് സ്കൂളിന് സമീപം സൈക്കിളും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സൈക്കിൾ യാത്രക്കാരൻ തൊഴിയൂർ സ്വദേശി കോടത്തൂർ വീട്ടിൽ 60 വയസ്സുള്ള ശശി, സ്കൂട്ടർ യാത്രക്കാരൻ ഗുരുവായൂർ സ്വദേശി വലിയകത്ത് വീട്ടിൽ ഷാമിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജലജീവൻ പദ്ധതിക്കായി കുഴിയെടുക്കുന്നതിനിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര മസ്ജിദിന് സമീപത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത്. കുന്നംകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പെറ്റി കേസുകൾ തീർപ്പാക്കുന്നതിനായി മാർച്ച് 1 മുതൽ 9 വരെ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പെറ്റി കേസുകൾ പിഴ തുക അടച്ച് തീർപ്പാക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 29 ലക്ഷം രൂപ ചെലവഴിച്ച് 7ാം വാർഡിലെ എടക്കാട് പഞ്ചമി അങ്കണവാടിക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കേച്ചേരി കൂറാഞ്ചേരി തണ്ടിലം പാഴിയോട്ടുമുറി തയ്യൂർ കോട്ടപ്പുറം എന്നീ റോഡുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്കായ തിങ്കളാഴ്ച മുതൽ വിശേഷമായ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന കാഴ്ചശിവേലി മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ഭഗവാൻ എഴുന്നള്ളുക. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് മുക്കിലറത്തോട് സംരക്ഷിച്ച് റോഡ് നിലനിർത്തുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വെളിയങ്കോട് പഞ്ചായത്തിലെ മുക്കിലറത്തോട് റോഡ് ഇടിഞ്ഞ് വാഹനങ്ങൾക്ക് യാത്രാ ബുദ്ധിമുട്ടും കൃഷിക്കാവശ്യമായി വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് 42ാമത് വാർഷിക കൺവെൻഷനും സംഗീത സന്ധ്യയും ഗുഡ് ന്യൂസ് 2024 എന്ന പേരിൽ കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കും. വെളിയങ്കോട് ന്യൂ GLP സ്കൂൾ മൾട്ടി പർപ്പസ് ഹാൾ കെട്ടിടം ഉദ്ഘാടനവും 63ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. കുന്നംകുളം സബ് ജില്ലാ അറബി അധ്യാപക കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ അറബി അധ്യാപക സംഗമവും വിരമിക്കുന്ന അധ്യാപകരായ CM മുഹമ്മദ് റഫീഖ്, A റൈഹാനത്ത് എന്നിവർക്കുള്ള യാത്രയയപ്പ് നടന്നു. ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പൂരാഘോഷം വർണ്ണാഭമായി. വിഷുവിന് ഒരു കണിവെള്ളരി എന്ന പേരിൽ കാട്ടകമ്പാൽ വില്ലേജിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാട്ടകമ്പാൽ പഞ്ചായത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പടയണി കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാടിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്കുള്ള പഠനോത്സവം ഏകദിന ശില്പശാല മന്ദലാംകുന്ന് ഫിഷറീസ് UP സ്കൂളിൽ നടത്തി. വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരിക്കെ മരണമടഞ്ഞ ചന്ദ്രൻ വട്ടംപറമ്പിലിനെ ഗുർമാൾ ചന്ദ്രൻ വട്ടംപറമ്പിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കൊരട്ടിക്കര GUP സ്കൂളിൽ നിന്നും 37 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് V ദീപ ടീച്ചർക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് യാത്രയയപ്പ് നൽകി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ മണിനാഥം കലാഭവൻ മണി മെമ്മോറിയൽ നാടൻപാട്ട് മത്സരത്തിന് അപേക്ഷ ക്ഷണിച്ചു. രാജ്യതലസ്ഥാനമായി ദില്ലിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ യുവകർഷകൻ കൊല്ലപ്പെട്ടതിലും പ്രക്ഷോഭത്തിന് നേരെ നടന്ന പോലീസ് അതിക്രമത്തിലും പ്രതിഷേധിച്ച് കേരള കർഷക സംഘം മറ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിദിനം ആചരിച്ചു.
കർഷക സംഘം കടങ്ങോട് മേഖലാ കമ്മിറ്റിയും കരിദിനവും പ്രതിഷേധ പ്രകടനവും നടത്തി. കേരള കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് മനപ്പടി സെന്ററിൽ പ്രതിഷേധ സമരവും പ്രകടനവും നടത്തി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.